അപ്പോൾ ഗൈസ് സ്ഥലത്തിന് വരുന്നത് പാടല്ല പൂത്തക്കാലം നല്ല ആളൊക്കെ ഉണ്ട്. ആ ഓണറതാ ഓണറുണ്ട്. നമ്മൾ കായക്കിങ്ങിന് വന്നല്ലേ. ചെറിയൊരു ഇതാണ് ഇന്നലെ കുളിക്കാന്ന് പറഞ്ഞ സ്ഥലം. അവിടെ വന്ന് കുളിക്കുക. അങ്ങോട്ടോ നമ്മളെ ഓണർ ഞങ്ങക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് കൊടുക്കുക. വ്ലോഗ് എടുത്ത് വരും. ഇത് വ്ലോഗിൽ വരും. അടിപൊളിയാട്ടാ. ചെറിയ കൊച്ചു ടൂറിസം എന്നാണ് ഇതിൻ്റെ ഓണർ പറഞ്ഞത്. ബട്ട് അടിപൊളിയാണ്. ഇവിടെ ഉണ്ട് കയാക്കിങ്. ഇത് സംഭവം ഇത് ഇടണല്ലേ, ഇടാതെ കളയാണല്ലേ. പെണ്ണാണ് ചിഞ്ചൂട്ടാണ്. ഇതാ അവിടെ അനു ഇതാ അവിടെ എല്ലാവരും ഉണ്ട്. സെറ്റ് അതാട്ടോ ഓണറോട് സംസാരിച്ചുകൊണ്ട് ഓണർ ഞങ്ങളവിടെ വന്ന് ക്ഷണിച്ചിട്ട് പോയാൽ എന്തായാലും വരണം എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് സെറ്റാണ് ഗൈസ്. കുഴപ്പമില്ല, അടിപൊളി. അങ്ങോട്ട് നല്ല വ്യൂ ഉണ്ട്, അങ്ങോട്ട് നടക്കാനും ഉണ്ട്. നടന്നു പോയത് കാഴ്ചകളൊക്കെ കണ്ട് സെറ്റാണ് ഗൈസ്. ആളുണ്ട് കേട്ടോ. ഞങ്ങൾ ബോട്ട് പോവാണ് ഗൈസ്. ജാക്കറ്റൊക്കെ ഇടാതെ കയറാൻ പറ്റില്ല. എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ സീനാവും. അതായത് നമ്മളെ ഓണർ ചേട്ടൻ ചങ്ക് ഇല്ലേ, ചെങ്ക് ബ്രോ, ഉള്ള വഞ്ചിക്കാരൻ ചെങ്ക് ബ്രോ. അപ്പോൾ ഞങ്ങൾ കയറട്ടെ ഗൈസ്. കയറിയിട്ട് നമുക്ക് തുഴഞ്ഞിട്ട് ചിഞ്ചൂട്ടൻ തൊയ്യുന്നാ പറഞ്ഞത്. ഒരാൾ തുഴഞ്ഞാൽ പോരെ, അല്ല രണ്ടാളും. അപ്പോൾ കയറിയിട്ട് വരട്ടെ. നീന്താൻ അറിയൂലേ എല്ലാവർക്കും? നീന്താൻ അറിയൂലേ? പ്രശ്നമല്ല, നീന്താൻ അറിയൂലേ? ഇവിടെ വന്നപ്പം കണ്ട കാഴ്ചാട്ടാ താറാവിനെപ്പോൾ അവർ തിരിച്ചിട്ട് കൊണ്ടുവരുന്ന കാഴ്ച. അടിപൊളി വൈകിട്ട ഗൈസ്. കൂട്ടത്തിലാണ് താറാവുള്ളത്. ചേട്ടൻ ആ തോണി പോകുന്നുണ്ട്. അവർ താറാവിനൊപ്പം കൂടി തിരിച്ചിട്ട് കൊണ്ടുവരും. ഇതാ ഇവിടെ ഞങ്ങൾ ഇവിടെ വന്ന സമയത്ത് ഇവിടെ താറാവിനെ കനാലിന് പാടത്തേക്ക് കയറ്റുകയാണെന്നാണ് പറഞ്ഞത് ചേട്ടൻ, ഇതിൻ്റെ ഓണർ, നേരത്തെ നമ്മൾ പരിചയപ്പെട്ട. അപ്പോൾ അതൊന്നും കാണാം, നല്ല കാണേണ്ട കാഴ്ചയാണ് ഗൈസ്. കാണുന്നവരുണ്ട്, നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. കാണാത്തവരും ഉണ്ടാവും. അപ്പോൾ നമുക്കത് കാണാൻ ഗൈസ്. അടിപൊളി. 3 വഞ്ചിക്കാരായിട്ടുള്ള 3 അല്ല 4 പേരുണ്ട്. അതാ കണ്ട ഒരുപാട് താറാവുണ്ട്. കാണിച്ചു തരാം താറാവ് വരുന്നത് ഗൈസ്. ഫുള്ള് വൈബാണ് ഗൈസ്, വരിയായിട്ട്. ഗൈസ് പൊളി, ഒരു രക്ഷയില്ല. നല്ല ഇത് കാണാൻ തന്നെ ഒരു രക്ഷയുണ്ട്. കാരണം 3 വഞ്ചിക്കാരുണ്ട്. ഇവരിങ്ങനെ തെളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് താറാവിനെ ഇവിടെ കയറ്റുന്നായിരുന്നു. അതിന് സമയം എടുക്കും, നമ്മൾ അങ്ങോട്ട് പോവുക. അവരവിടെ എന്നെയും കാത്ത് ബോട്ടിൽ ഇരിക്കുന്നുണ്ടോ അതോ ബോട്ട് പോകുന്നുണ്ടോ നോക്കാം ഗൈസ്. ബോട്ട് പോയിണ്ടാവും, എന്നെ കൂട്ടാതെ. സതിയന്മാരാണ് 3 പേരും. എന്നെ ഒറ്റക്കാക്കി, എന്നെ കൂട്ടാതെ 3 പേര് പോകുന്നുണ്ടോ ഗൈസ്. ഓണർ താട്ടാ ഇവിടെ കൊട്ടതാ പോകുന്നത്, കൊട്ട വഞ്ചി ഗൈസ്. പൊളി വൈബ് ഗൈസ്. ആ സിനിമയില് സീരിയലിലൊക്കെ ഉള്ള വലിയ ആളാ, വലിയ പുള്ളിയാ. ഞങ്ങളൊരു സർബത്തൊക്കെ കുടിക്കട്ടാ. പൊളി.
വൈകുന്നേരം നല്ല വൈകി കേട്ടോ ഗൈസ്. ചിഞ്ചൂട്ടാണ് ഇതാ വീഡിയോ ഒക്കെ എടുക്കുന്നത്. നല്ല കയാക്കിങ് കൊട്ടവഞ്ചി കയറാൻ പോവാണ് ഗൈസ്, സൺസെറ്റ് കാണാൻ. അപ്പം ചേട്ടനാട്ടോ അതിൻ്റെ ഓണർ തന്നെയാണ് വഞ്ചിത്തോയൻ്റെ. ഗിരിയേട്ടാ എന്തിട്ടാ ഗിരിയേട്ടാ അനു അത് പെട്ടു കുയിച്ച ജോമന് ഫോട്ടോ എടുക്കാൻ നിൽക്കട്ടോ. എന്നിട്ട് ജോമനെ പിടിച്ചു. കയാക്കിങ് ഇപ്പം വേണ്ടല്ലോ. കയാക്കിങ് ഇതാ തുഴഞ്ഞു കൊണ്ട് പോവാണ് കേട്ടാ. ഇതാ അനു ജോമോനും ഉണ്ട് കൊട്ടയിൽ. ഞങ്ങളിതാ തുഴഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ഗൈസ്. ചിഞ്ചൂട്ടാട്ടോ പിന്നെ അടിപൊളി വൈബ്. അതെ പൊളി പൊളി ഗൈസ്. ചിഞ്ചൂട്ടാ തുഴഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. പൊളി പൊളി പൊളി. എന്തായാലും ഫുള്ള് എന്താ പറയുക, ചേട്ടന് ഞങ്ങളോട് പറഞ്ഞാൽ എന്തിനൊക്കെ കാരണം അതിലൊക്കെ കയറിക്കോളി വൈബ് അടിക്കാമെന്ന് പറഞ്ഞു തരുന്നുണ്ട്. റൈറ്റ് മാത്രം റൈറ്റ് അതന്നെ ഞങ്ങളവിടെ എത്തുമോ അറിയില്ല. ഓ ഗൈസ് അവരിതാ റൈറ്റ് എന്നൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. തിരിഞ്ഞു വരും എന്ന് അറിയുന്നുണ്ട്. തുഴയുന്നുണ്ട് ഗ്യാസ് സ്പീഡ് ഗൈസ്. മെല്ലെ അതിൽ നിൽക്കട്ടെ. അവിടെ എത്തുമെന്ന് അറിയില്ല. ഞാനും തുഴയാൻ കൂടട്ടെ, അല്ലാണ്ട് അവിടെ എത്തൂല ഗൈസ്. പൊളി പൊളി പൊളി. ഇതാ തുഴച്ചിലിൻ്റെ ആള് വേണം കുരവ വേണം. ഓ തിത്തി താറാ തിത്തി തെയ്തി തെയ്തൊക്കെ തെയ്ത് നോക്കിയ ഗൈസ്. സൺസെറ്റ് വേറെ അല്ല, നടുവേദനായിട്ട് നല്ല ശരിക്കും നല്ല എക്സ്പീരിയൻസ് ചെയ്യണം. ഇത് ഞങ്ങളുടെ നാട്ടിലുണ്ട് കയാക്കിങ്. എങ്ങനെ അറിയോ, ഫുള്ള് നല്ല വെള്ളച്ചാട്ടമുള്ള അത് കോടഞ്ചേരി. അത് ഇങ്ങനെയൊന്നല്ല കുത്തിയൊലിക്കുന്ന വെള്ളത്തില്. അത് ടൂറിസ്റ്റ് അത് മത്സരമാണ്. അത് മത്സരമാണ്. ഇതൊക്കെ കണ്ടടാ, നമ്മളറിഞ്ഞില്ല. ഞങ്ങൾക്ക് കൊണ്ട് വണ്ടിയിൽ കൂളിംഗ് ഗ്ലാസ്. ഇത് വേറെ 100 രൂപയുടെ. നിങ്ങളുടെ അടുത്തുള്ളത് അടിപൊളി. ഗൈസ് ഇതാ കറക്കി തല കറങ്ങുന്നു ഗൈസ്. കറങ്ങിട്ട് ഇതാ തല കറങ്ങും. നല്ല തലയുള്ള ആൾക്കാർക്ക് വേഗം തല ഇറങ്ങും. അങ്ങനെയാണോ? പൊളിട്ടാ കൊട്ടവഞ്ചി കറക്കി പൊളിച്ചു. ചേട്ടൻ എന്താ എന്തിനു കംപ്ലൈന്റ്? നിർത്തിയപ്പോ തലറങ്ങണ്. തല കറങ്ങിയപ്പോ കുഴപ്പമില്ലായിരുന്നു. 1 മാസം കഴിഞ്ഞാണ് വേറെ റേഞ്ചിൽ വരും. പറയുന്നത് ഇപ്പോഴല്ല, 1 മാസം കഴിഞ്ഞാ കറക്കുമ്പോ അതെടുക്ക്. കൊച്ച ഒരു കൊക്ക് പൊന്തി കളിക്കുന്നുണ്ട്. എവിടെ പൊന്തുന്നില്ല. അതാ പൊന്തി ആടാ സൂം ചെയ്തിട്ടുണ്ട്. ശരിക്ക് പെട്ടെന്ന് പേടിച്ചു പാമ്പറ്റാണ്. കൊക്കല്ലല്ലോ അത്. വേറെന്താ ഗൈസ് നിങ്ങൾ അറിയെങ്കിൽ പറയൂ ഗൈസ്. മുങ്ങുന്നല്ലേ? കിട്ടിയില്ല ഗൈസ്. അവൻ പറ്റിച്ചു ഗൈസ്. അതെന്താ നമ്മള് കൊക്ക്
നമ്മള് വെള്ളത്തിൽ അടിപൊളി ഗൈസ്. പൊളി 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 പൊളി. ഇതാ കിട്ടി വെക്കലുണ്ട്. ആ കൊക്കതാ മുങ്ങുന്ന മീനെ കിട്ടിയില്ല. ഇവിടെ നല്ല മൂന്നുമാരുള്ളൊരു നമ്മളെന്തിനും പേടിക്കുക. ഒരു മീനെ പൊന്തിച്ച് ഭയങ്കര രസമാണ്. നല്ല മീനായിട്ട് ഒരു നല്ല രസമാണ് അതിന്റെ. കൊക്കുണ്ടല്ലോ വലിയ മീനൊക്കെ ഇടും. അത്രമൊക്കെ വരും. കൊക്കിന് എന്നിട്ട് ഒറ്റ മെഴുകുന്നതിനാ കൊക്കിലൊതുങ്ങുന്നത് കൊക്ക് കൊണ്ടുവരും. കൊക്കിലൊതുങ്ങുന്നതേ കിട്ടില്ല. ഇതിലധികം കൊത്തരുത്. വെള്ളത്തിന് പ്രശ്നമല്ല. എടാ എന്താ മീൻ ചാടുന്നുണ്ടല്ലോ. കരിമീൻ ഉണ്ടോ അതിൻ്റെ അകത്ത്? എല്ലാ മീനുണ്ട്. ചൂണ്ടലായിരുന്നു. നായകൻ വെറൈറ്റി ആണ് ഗൈസ്. എല്ലാ വീടുകളും നിങ്ങളുടെ വീട് കവർ ചെയ്ത് പറയണം. പെമ്പിളർ വീട് സെറ്റ് ഡെയിലി ആയിരിക്കും കാണാം. പെമ്പിളർ വീട് ഇന്ന് 18 118 50,000 കഴിയുമ്പോഴേ പിന്നെ ഒറ്റയടിക്ക് 80,000 90,000 കിട്ടിപ്പിടുന്നേ. 2-3 സെറ്റ് ഗൈസ്. പിന്നെ 1 ലക്ഷം കഴിഞ്ഞപ്പോൾ സ്ലോ ആയി. പിന്നെ ഇപ്പോൾ 10 ഫസ്റ്റ് ആയി. ഗൈസ് ഞങ്ങൾ കരയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ഗൈസ്. തല കറങ്ങി എല്ലാത്തിന്റെ. ജോമോന്റെ ഒക്കെ തല കറങ്ങിപ്പോയി. ഞങ്ങളെ തല കറങ്ങിയതാ. അനു ഫുള്ള് തല കറങ്ങിയതാ. അനങ്ങാതിരിക്കുക. പിന്നെ ഇത് കാണുമ്പോ ഒന്ന് തലൊക്കെ ഉഷാറാവൂലേ. നല്ല കാഴ്ചകളാണല്ലോ പുറത്ത്. നല്ല വ്യൂ. കരയിൽ എത്താനായി നമ്മുടെ. ഇവന്മാരായോണ്ട് കരക്കെത്തൂല. പുള്ളിയാണ് തുടങ്ങുന്നുണ്ട്. എന്തായാലും കരക്കെത്തൂല. നിങ്ങളാണെങ്കിൽ കരക്കെത്തൂല. കറങ്ങി പോയി ഗൈസ്. നടത്തി കറങ്ങി പോയി ഗൈസ്. അങ്ങോട്ട് നോക്കിയാ 3 പേര് താറാവിനെ ഓടിക്കുക. എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? ഓൾക്ക് റോഡിലേക്ക് കയറ്റാനാ? ഈ പാടത്തിലേക്ക്. ഏത് പാടത്തിലേക്ക്? ഇപ്പുറത്തെ സൈഡ് പാടത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം. അവിടുന്ന് താറാവിനെ നേരത്തെ നിങ്ങൾ കണ്ടില്ല ഗൈസ്. പോയേനെങ്ങനെ ഇവിടെ എത്തിച്ച്. ഇവരെത്ര ബുദ്ധിമുട്ടുന്നുണ്ടാവൂലേ. പോയേനെങ്ങനെ ഇവിടെ എത്തിച്ച് ബാക്കി ഇതിലൂടെ ഇറക്കിയിട്ട് അപ്പുറത്തെ പാടത്തിലേക്ക് ഈ വെള്ളത്തിൽ ഇറക്കിയിട്ട് അയ്യോ. കാരണം ഇത് മുട്ടടിപ്പിക്കുക വിരിയിപ്പിച്ച് കുഞ്ഞുങ്ങളെ. എങ്ങനെ മുട്ടടിപ്പിക്കാൻ എന്തോ സംഭവം ഉണ്ട് അങ്ങനെ പറയുന്നുണ്ട്. ചോദിച്ചു മനസ്സിലാക്കണ്ടേ. കറങ്ങുന്ന വീഡിയോ ഗൈസ്. നോക്കിയാ വേണ്ട നോക്കിയതാ പണ്ട നൊസ്റ്റ് ആണ് ഗൈസ്. നോക്കിയേ ഒരു സൈക്കിളില് ഐസ്ക്രീംകാരൻ വരുന്നത്. നമ്മൾ ആ സൗണ്ട് കേൾക്കുമ്പോൾ ഓടിപ്പോയിട്ട് നമ്മൾ ഐസ്ക്രീം വാങ്ങിക്കായിരുന്നു ഗൈസ്. എന്താ ഭംഗിതാ കൊട്ടവഞ്ചി. രക്ഷയില്ലേട്ടാ. ഷാജിയേട്ടനല്ലേ നമ്മളെ ചേട്ടൻ്റെ പേര്? ഷാജിയേട്ടൻ. കൊട്ടവഞ്ചി ഷാജിയേട്ടൻ. ഒരു രക്ഷയില്ല. നമുക്ക് എഡിറ്റ് ചെയ്യുന്നു നല്ലോണം എഡിറ്റ് സെറ്റ് ആക്കാം. നമുക്ക് നല്ല അടിപൊളി കേട്ടോ. താറാവ് ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. ഒരു രക്ഷയില്ല കേട്ടോ താറാവിൻ്റെ. നല്ല അടിപൊളിയായ സ്ഥലം കേട്ടോ. അതാ തെങ്ങ് തോപ്പുകൾ, ഇതാ കാൽത്തീരം. നോക്കിയ വണ്ടി ബാക്കി സൈഡിൽ കൂടെ തെങ്ങ് വെച്ചിട്ട് അടിപൊളി. എന്താണ് ഒരാൾ മൂത്രം ഒഴിക്കുന്നത്? എന്താടാ അവിടെ പരിപാടി? നോക്കട്ടെ ബീവി. ഇവര് ബുദ്ധിമുട്ട്. ഞങ്ങളതേ തന്നെ ഗൈസ്. ഇവര് പട്ട് ഗൈസ്. ഇത് റൗണ്ട് നാട്ടുവേദന വരും. പെട്ട് ഗൈസ്. ഇത് കരത്തൂല. ഇത് പഠിക്കണം. ഇത് തൊയാൻ പഠിച്ചില്ലെങ്കിൽ എനിക്കൊന്നും ഇവർക്ക് അറിയാം. അല്ലാതെ എത്ര റിസ്ക് എടുത്തിട്ട് അല്ല. ഞാനൊന്ന് പറയട്ടെ. ഞാനൊക്കെ ഇവര് ഇങ്ങോട്ടല്ലേ വന്നിക്കുന്നത്. ബേക്കല്ല ഇങ്ങോട്ട് വരുന്നത്. ഇവരൊന്ന് ഇഞ്ചത് മൊത്തം മുന്നോട്ട്. ഞാനൊക്കെ എന്റെ ഫ്രണ്ട് ഭാഗമാണല്ലോ ഇങ്ങോട്ട് കുത്തിക്കുന്നത്. അപ്പൊ ഇവരൊക്കെ മുന്നോട്ട് അങ്ങോട്ട് നീക്കി നടുവിലേക്ക് പോയാൽ പോരെ. ഊര് പോയാണ്. ഇങ്ങനെ കിട്ടണം. നമ്മളിവിടെ ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മ പറഞ്ഞ നായകൻ. ഹലോ എങ്ങനെയുണ്ട് മോളൂസേ? സൂപ്പറാണോ? സൂപ്പറാ. എടുക്കുന്നുണ്ട്. സൂം ചെയ്ത് എടുക്കുന്നുണ്ട്. പൊളിക്ക് ചാറാക്ക്. ഒരു പാട്ടൊക്കെ പാടുങ്ങള്. പാടിപ്പോ ചെല്ലേ.
പൂത്ത കാലം മോർണിംഗ് പിന്നെ 7 മണിക്ക് തുടങ്ങിയ പിന്നെ ഉച്ചക്ക് ആൾക്കാരുണ്ടാവും. അപ്പം പുറത്താണ്, അവിടെ നല്ല പുറത്തല്ല ചൂടാണ്. അടിപൊളി രക്ഷയില്ല. പുള്ളിലെ വഞ്ചിക്കാരുണ്ട്, 8 സ്റ്റാഫുണ്ട്, 8 പേരുണ്ട്. ഇന്നിപ്പോൾ 4 ആൾക്കാരുണ്ട്. 8 വഞ്ചിയല്ലേ, 8 വഞ്ചി, 8 കൊട്ടവഞ്ചി, 4 മറ്റേ കയാക്കിങ്ങും, 2 കയാക്കിങ്, 4 ബോട്ട്. പെഡൽ ബോട്ട് 4 കൊണ്ട് ചവിട്ടുന്നേക്കാം. സ്റ്റാറിംഗ് ഇല്ല കാര്യം. നമ്മൾ ഒരു ലിവറുണ്ട്, അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിട്ട് ഇവിടെ കുറച്ചും കൂടി കഴിഞ്ഞാൽ അത് ടൂറിസ്റ്റും മെയിനാക്കി സെറ്റാക്കും, ഏറ്റെടുക്കുക ചെയ്യും. സംഭവം സെറ്റാക്കിയിടും. എന്നിട്ട് ഗവൺമെൻറ് ഏറ്റെടുക്കും. കഴിഞ്ഞാൽ പിന്നെ ഗവൺമെൻറ് തുടക്കത്തില്ല അവർ. ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ എന്തായിരിക്കും? ഞങ്ങൾ റൂമിലേക്ക് പോട്ടെ. ചേഞ്ച് സിനിമയുടെ അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.